Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Innal hamdalillahi nahmaduhu wa nasta'inuhu wa nastahdihi wa na'udzu billahi min shururi anfusina wa sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluh. Ya ayyuhalladzina amanu ittaqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Ya ayyuhan nasu ittaqu rabbakumul ladzi khalaqakum min nafsin wahidah wa khalaqa minha zawjaha wa batha minhuma rijalan katsiran wa nisaa'a. Wattaqullaha alladzi tasaaluna bihi wal arham innallaha kana 'alaikum raqiba. Ya ayyuhalladzina amanu ittaqullaha wa qulu qawlan sadida yuslih lakum a'malakum wa yaghfir lakum dhunubakum wa man yuti'illaha wa rasulahu faqad fazza fawzan 'azima. Thumma amma ba'du fa inna asdaqal kalami kalamullah wa khairal hadi hadi Muhammadin sallallahu alaihi wasallam wa syarral umuri muhdatsatuha wa kullu muhdatsatin bid'ah wa kullu bid'atin dhalalah wa kullu dhalalatin finnar. ബഹുമാന്യരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. നമ്മൾ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ സായാഹ്നത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഈ മജ്ലിസിൽ, പള്ളിയിൽ, മസ്ജിദിൽ അല്ലാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുവാനും പ്രസ്തുത നാമങ്ങളുടെ ആശയങ്ങൾ ഗ്രഹിക്കുവാനുമാണ് ഒരുമിച്ച് കൂടുന്നത്. ഏറ്റവും നല്ലതും ഏറ്റവും ഫലപ്രദവുമായ വിജ്ഞാനമാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള വിജ്ഞാനങ്ങൾ. കാരണം ഉണ്മയുടെ ലോകത്ത് ഏറ്റവും വിശിഷ്ടവും ഏറ്റവും ഉത്തമവും അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവുമായി ബന്ധപ്പെട്ടതെല്ലാം ഏറ്റവും ഉത്തമമാണ്, വിശിഷ്ടമാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നാമങ്ങളുടെ അർത്ഥങ്ങൾ, അതിൻ്റെ തേട്ടങ്ങൾ, ആ നാമങ്ങളുടെ നമുക്ക് നേരെയുള്ള വിധികൾ, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അല്ലാഹു അൽ മുതകബ്ബിർ എന്ന് പറയുമ്പോൾ എന്താണ് ആ നാമം അള്ളാഹുവിന് അർത്ഥമാക്കുകയും തേടുകയും ചെയ്യുന്നത്? നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ അൽ മുതകബ്ബിർ എന്ന നാമം മനസ്സിലാക്കുന്നുണ്ട്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹ് അമ്മാ യുശ്രികൂൻ. ഇവിടെ അൽ മുതകബ്ബിർ എന്ന് അള്ളാഹുവിൻ്റെ പേര് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ മുതകബ്ബിർ എന്ന പേര് അർത്ഥമാക്കുന്നത്? പടപ്പുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും ഭൂഷണമായ വിശേഷണമല്ല മുതകബ്ബിർ എന്നത്. അവന് മുതകബ്ബിറാണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവനൊരു അഹങ്കാരിയാണെന്നർത്ഥം. അത് അവന് പ്രശംസയല്ല, പ്രത്യുത അതുകൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നവന് നാശമാണ്. അവൻ പതിതനും അവൻ നാശഗർത്തത്തിൽ ആപതിക്കുന്നവനാണ്. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അൽ മുതകബ്ബിർ. എന്നാൽ പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അൽ മുതകബ്ബിർ എന്നുള്ള നാമം അത് മഹത്വമാണ്, വിശിഷ്ടമായ ഗുണമാണ്. അത് അള്ളാഹുവിന് വർണ്ണനയാണ്. എന്താണ് അൽ മുതകബ്ബിർ അർത്ഥമാക്കുന്നത്? അള്ളാഹു എല്ലാ മോശമായതിൽ നിന്നും, തിന്മകളിൽ നിന്നും, കുറവുകളിൽ നിന്നും ഔന്നത്യമുള്ളവനാണ്, പരിശുദ്ധിയുള്ളവനാണ്. അതാണ് മുതകബ്ബിർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം.
ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നതിൽ നിന്നും അവന് തുല്യനെ സ്ഥാപിക്കുന്നതിൽ നിന്നും ധന്യനാണ്. അതാണ് അൽ മുതക്കബ്ബിർ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് അധിപൻ, അവനാണ് എല്ലാത്തിൻ്റെയും അധികാരി. തകബ്ബുർ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വിശിഷ്ട ഗുണമാണ്. അതർത്ഥമാക്കുന്നത് എന്ത്? വിശാലമായ അർത്ഥമാണ്. കുറവുകളിൽ നിന്ന്, പോരായ്മകളിൽ നിന്ന് വിശുദ്ധൻ, അതിൽ നിന്ന് ധന്യൻ. അതേപോലെ അവൻ പങ്കു ചേർക്കപ്പെടാൻ പാടുള്ളതല്ല, അവനോട് തുല്യന്മാരെ സ്ഥാപിക്കാൻ പാടുള്ളതല്ല. അള്ളാഹു മുതക്കബ്ബിറാണ്, അതിൽ നിന്നൊക്കെ അള്ളാഹു മഹനീയനാണ്. ഇതേപോലെ അള്ളാഹു അധിപനും സ്വച്ഛാധിപതിയുമാണ്. ഉലകത്തിൽ, ഭൂമിയിൽ സ്വച്ഛാധിപതികൾ കുറേ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ആ വിശേഷണത്തിന് അർഹതയോ യോഗ്യതയോ ഇല്ല. അതിന് അർഹതയും യോഗ്യതയും അൽ മുതക്കബ്ബിർ എന്ന പേരുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. പടപ്പുകളിൽ വല്ലവരും അങ്ങനെ സ്വച്ഛാധിപതിയായി നടിച്ചാൽ, അഭിനയിച്ചാൽ, ആളായാൽ അവൻ്റെ നടുവടിക്കുകയും അവനെ തകർക്കുകയും ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാധ്യതയായി ഏറ്റിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ കിബ്രിയാഉ റിദാഇ വൽ അദമതു ഇസാരി ഫമൻ നാസഅനി വാഹിദൻ മിൻഹുമാ ഖദഫ്തുഹു ഫിന്നാർ എന്നൊരു റിവായത്തുണ്ട്. അതേപോലെ തന്നെ ഖസംതുഹു എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്. എന്താ? മഹത്വവും അതേപോലെ തന്നെ ഞാനെന്ന ഭാവവും അത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. അള്ളാഹുവിൻ്റെ റിദാ, മേൽവസ്ത്രം, ശിരോവസ്ത്രം, അത് കിബിരിയ ആണ്. കിബിരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനെന്ന ഭാവം. വൽ അദമതു ഇസാരി, അധികാരം, മഹത്വം, അത് അള്ളാഹുവിൻ്റെ ഉടുമുണ്ടാണെന്നാണ്. ഒന്ന് ഉത്തരീയം, മറ്റൊന്ന് ഉടുമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് മാത്രം പ്രത്യേകമാണ് എന്നുള്ളതാണ് അതിനർത്ഥം. ഫമൻ നാസാനി വാഹിദൻ മിൻഹുമ, വല്ലവരും ഞാനെന്ന ഈ ഭാവത്തിൽ, അതേപോലെ തന്നെ സ്വച്ഛാധിപതി എന്ന വിശേഷണത്തിൽ അള്ളാഹുവിനോട് തർക്കിച്ചാൽ, മത്സരിച്ചാൽ, ഖദഫ്തുഹു ഫിന്നാർ എന്നാണ്, നരകത്തിലേക്ക് ഞാൻ അവനെ എറിയും എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ അവൻ്റെ നടുവടിക്കും, അള്ളാഹു അവനെ പതിതനാക്കും, വീഴ്ത്തും എന്നാണുള്ളത്. അതുകൊണ്ട് തന്നെ പടപ്പുകളിൽ ഒരാൾക്കും ഈ ഒരു ഭാവമോ ധാരണയോ ഉണ്ടാകാൻ പാടുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഒരായത്തോതി. എന്താ ആയത്ത്? വസ്സമാവാതു മത്വിയാത്തുൻ ബിയമീനിഹി സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അന്ത്യനാളായിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനങ്ങളെ തൻ്റെ കയ്യിൽ ചുരുട്ടിപ്പിടിക്കും. അതാണ് ആയത്ത് അർത്ഥാക്കുന്നത്. വാനങ്ങളെ അല്ലാഹു ചുരുട്ടിപ്പിടിക്കും, ഏടുകൾ ചുരുട്ടുന്നത് പോലെ ചുരുട്ടിപ്പിടിക്കുമെന്ന് ഹദീസുകളിൽ കാണാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അനൽ ജബ്ബാർ, അനൽ മുതകബ്ബിർ, അനൽ മലിക്, അനൽ മുതആലി. ഞാനാണ് അൽ ജബ്ബാർ, ഞാനാണ് അൽ മുതകബ്ബിർ. മുതകബ്ബിർ അതാണ് നമ്മളുടെ വിഷയം. പിന്നെ അനൽ മലിക്, ഞാനാണ് അൽ മലിക്. അനൽ മുതആലി, മുതആലി എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവരെയും അതിജയിച്ച് എല്ലാവരുടെയും മേലും മേൽക്കോയ്മ നേടി അത്യുന്നതനായവൻ, രാജാവ്, സ്വച്ഛാധിപതി, ഇതൊക്കെ അല്ലാഹു ആണ്. അല്ലാഹു യുമജ്ജിദു നഫ്സഹു എന്നാണ്. അൽ ജബ്ബാറാണ് ഞാൻ, അൽ മുതകബ്ബിറാണ് ഞാൻ, അൽ മലിക്കാണ് ഞാൻ, അൽ മുതആലിയാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു തന്നെ പുകഴ്ത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ മഹത്വം പറയും എന്നാണ്.
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. അള്ളാഹു പറയാനിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. എത്രമാത്രം മിമ്പറിൽ നിന്ന് റസൂലുള്ള വീണു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു എന്നാണ്. അങ്ങനെ റസൂലുള്ള എന്ത് ചെയ്ത് ഈ വിഷയം അവതരിപ്പിച്ചു എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ മുതക്കബ്ബിർ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അധിപനാണ്, ന്യൂനതകളിൽ നിന്ന് അതീതനായവനാണ്, കുറവുകളിൽ നിന്ന് അത്യുന്നതനാണ്. എല്ലാ അധിപന്മാരും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിന് ചുവട്ടിലാണ്. ഒരാൾക്കും ഞാനാണ് കേമൻ വലിയവൻ എന്ന തോന്നലുണ്ടാകാനേ പാടില്ല. അതുകൊണ്ടാണ് നമ്മളോട് അള്ളാഹുവിൻ്റെ മഹത്വവും വലിപ്പവും പറയാൻ കൽപ്പിച്ചത്. അള്ളാഹുവിൻ്റെ മഹത്വം പറയാനും അള്ളാഹുവിൻ്റെ വലിപ്പം പറയാനും നമ്മളോട് കൽപ്പിച്ചത്. നമ്മൾ ഇതിനു മുമ്പൊരു ക്ലാസ്സിൽ അതിൻ്റെ കുറേ സന്ദർഭങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ പറയാം. ഇപ്പോൾ സൂറത്തുൽ മുദ്ദസ്സിറിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻസിർ വറബ്ബക ഫകബ്ബിർ, നിൻ്റെ റബ്ബിനെ നീ കബ്ബീർ എന്നാണ്. എന്താ കബ്ബീർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലിപ്പം പറയാനാണ്, അവൻ്റെ മഹത്വം പ്രഖ്യാപിക്കാനാണ്. അതെങ്ങനെ പ്രഖ്യാപിക്കുക? അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. ഇപ്പോൾ പെരുന്നാൾ സുദിനം വന്നാൽ, ചെറിയ പെരുന്നാൾ ഫിത്ർ പെരുന്നാളിനെ കുറിച്ച് പറയുമ്പോൾ വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, പഠിച്ചോൻ നിങ്ങൾക്ക് ഹിദായത്ത് ഏകിയതിനാൽ വലി തുകബ്ബിറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്വം പ്രഘോഷിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ തക്ബീറിനെ മുഴക്കുന്നത് പെരുന്നാളായാൽ, അല്ലേ? അതേപോലെ തന്നെ ബലിപെരുന്നാളായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കനിഞ്ഞ ബലിമൃഗങ്ങളുടെ പേരിൽ വലി തുകബ്ബിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്വം വലിപ്പം അത് പ്രഘോഷിക്കാൻ. ഏറ്റവും വലിയവൻ അള്ളാഹുവാണ്, ഏറ്റവും വലിയത് അള്ളാഹുവാണ്, ഏറ്റവും മഹത്വം കൂടിയവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അത് പ്രഖ്യാപിക്കുക എന്നുള്ളത് ശറഅാക്കി നമ്മളുടെ മേൽ. നമ്മൾ ഓരോ നിസ്കാര ശേഷവും ഇപ്പോൾ മഗ്രിബ് നിസ്കരിച്ച് എത്ര പ്രാവശ്യം തക്ബീർ അല്ലി? 33 പ്രാവശ്യം തക്ബീർ അല്ലി, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ചൊല്ലിയില്ലേ? നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ 34 തവണ അല്ലാഹു അക്ബർ പറയും, അല്ലേ? ബാങ്ക് വിളി കേട്ട് എത്ര തവണ അല്ലാഹു അക്ബർ പറഞ്ഞ്? ബാങ്കിൽ പറയപ്പെട്ട ലഫ്ദുകളിൽ ഏറ്റവും കൂടുതൽ ഏതാ? ബാങ്കിൽ പറയപ്പെട്ട ലഫ്ദുകളിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അതാണ് കൂടുതൽ. ബാക്കിയുള്ള ലഫ്ദുകളൊക്കെ എന്താണ്? കുറവാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 പ്രാവശ്യമാണ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് 2 പ്രാവശ്യമാണ്. എന്നാൽ ബാങ്ക് വലി നോക്കൂ നിങ്ങൾ, അതിൻ്റെ തുടക്കത്തിൽ 4 തവണ അല്ലാഹു അക്ബർ, അല്ലേ? ബാങ്കിൻ്റെ ഒടുവിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ? അപ്പോൾ മൊത്തം 6 തവണ അല്ലാഹു അക്ബർ ആവർത്തിച്ചു ബാങ്കിൽ. ഇഖാമത്തിലും അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ലഫ്ള് ഏതാണ്? അത് അല്ലാഹു അക്ബറാണ്, 4 തവണ. എന്തിനാ? ഇതേപോലെ പല സന്ദർഭങ്ങളും അല്ലാഹു അക്ബർ എന്ന് പ്രഘോഷിക്കുവാൻ നമ്മളോട് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്ചര്യകരമായ വല്ലതും കേട്ടാൽ ഉടനെ അല്ലാഹു അക്ബർ എന്ന് പറയായിരുന്നു. യാത്ര ഒരു ഉയർന്ന സ്ഥലങ്ങളിലേക്കാണ് എങ്കിൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നാണ്. മൃഗങ്ങൾ അറുക്കുമ്പോൾ അല്ലാഹു അക്ബർ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി അറുത്തിരുന്നു എന്നാണ്. മനസ്സിലായില്ലേ? നിസ്കാരത്തിൽ ഓരോ നിസ്കാരവും എത്ര തക്ബീറ? തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം. അതുകൊണ്ട് നിസ്കാരം തുടങ്ങാവൂ, അതില്ലാതെ നിസ്കാരം സാധുവല്ല, ശരിയാകൂല. പിന്നെ എത്ര തക്ബീറുകളാണ്? ഒരു കർമ്മത്തിൽ നിന്ന് മറ്റൊരു കർമ്മത്തിലേക്ക് നഖൽ ചെയ്യുമ്പോൾ, ഇന്തിക്കാൽ ചെയ്യുമ്പോൾ, നിന്ന് നിസ്കരിക്കുക, റുക്കൂയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലേ? റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റ് അപ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ, പിന്നെ സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ അല്ലാഹു അക്ബർ. അങ്ങനെയല്ലേ? 4 റക്അത്തുള്ള നിസ്കാരം നിസ്കരിക്കുമ്പോൾ 22 തവണ അല്ലാഹു അക്ബർ ആവർത്തിക്കുന്നുണ്ട്. എല്ലാ നിസ്കാരങ്ങളും, സുന്നത്ത് നിസ്കാരമായാലും ഫർദ് നമസ്കാരമായാലും അല്ലാഹു അക്ബറിൻ്റെ എണ്ണം എത്രയാണ് അത് നമ്മൾ കണക്കാക്കിയിട്ടില്ല. മനസ്സിലല്ലേ? അത് നമ്മളൊന്ന് എണ്ണുമ്പോഴാണ് 5 വക്ത് നിസ്കാരങ്ങളുടെ ശേഷം 33 തവണ വീതം, ഉറങ്ങാൻ കിടക്കുമ്പോൾ 34 തവണ, പിന്നെ ബാങ്കിൽ
അല്ലാഹു അക്ബർ, ഇഖാമത്തിൽ അല്ലാഹു അക്ബർ, നിസ്കാരത്തിൽ ഒരു റുക്നിൽ നിന്ന് മറ്റൊരു റുക്നിലേക്ക് ഇന്തിഖാൽ ചെയ്യുമ്പോൾ അല്ലാഹു അക്ബർ. ഇങ്ങനെ എത്ര തവണയാണ് അക്ബർ ചെല്ലണത്, തക്ബീർ ചെല്ലണത്? എന്തുകൊണ്ട് തക്ബീറിനെ വിവിധം ഷറാക്കി? അള്ളാഹുവിൻ്റെ മഹത്വം അത് പ്രഖ്യാപിക്കാനാണ്, അള്ളാഹുവിൻ്റെ വലിപ്പം അത് ഘോഷിക്കുവാൻ തക്ബീറിലൂടെ നമ്മൾ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. തക്ബീറിൻ്റെ മഹത്വം അറിയിക്കുന്ന ഒരു സംഭവം ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ നടക്കും എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താ? സമീഅതും ബിമദീനത്തിൻ ജാനിബും മിൻഹാ ഫിൽ ബർ വജാനിബും മിൻഹാ ഫിൽ ബഹർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പട്ടണത്തെക്കുറിച്ച് പറയാണ്, നാടിനെക്കുറിച്ച്. ആ നാടിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഒരു ഭാഗം കരയിലാണ്, മറ്റൊരു ഭാഗം കടലിലാണ്. അപ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു നാട് തുർക്കിയുടെ പശ്ചിമ ഭാഗമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താ? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ യഗ്സൂഹാ 70,000 മിൻ ബനി ഇസ്ഹാഖ് ഫഇദാ ജാഊഹാ നസലു ഫലം യുഖാതിലു ബിസിലാഹിൻ വലം യർമു ബിസഹ്മിൻ. അതിനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അവിടെ റോമാക്കാരായിരിക്കും, റോമാക്കാരുടെ കീഴിലായിരിക്കും ആ നാട്. റോമാക്കാരോടായിരിക്കും മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് പോവുക. ആ നാടിനെ അന്ത്യനാളോടനുബന്ധിച്ച് നടക്കുന്ന ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിട്ടുള്ള ഒരു യുദ്ധമാണത്. ആയുധം കൊണ്ട് പോരടിച്ചിട്ട് കീഴ്പ്പെടുത്തൂല, അമ്പെയ്ത് പോരടിച്ച് കീഴ്പ്പെടുത്തൂല. പിന്നെയോ അതിനെ കീഴ്പ്പെടുത്തുന്ന ആയുധം ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നാണ്. മുസ്ലിമീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അതിൻ്റെ രണ്ടാലൊരു ഭാഗം മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെടും. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മറ്റേ ഭാഗവും കീഴ്പ്പെടുമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അതിൽ പ്രവേശിച്ച് യുദ്ധാർജിത സ്വത്തുക്കൾ ശേഖരിക്കും. യുദ്ധാർജിത സ്വത്ത് ശേഖരിക്കുമ്പോഴായിരിക്കും ഒരു വിളിയാളം കടന്നു വരുന്നത്. ആ വിളിയാളം ഇന്ന ദജ്ജാല ഖദ് ഖറജ്, ദജ്ജാൽ പുറപ്പെട്ടിരിക്കുന്നു എന്ന വിളിയാളായിരിക്കും. അതോടുകൂടി യുദ്ധാർജിത സ്വത്ത് ശേഖരിക്കുന്ന മുസ്ലിമീങ്ങൾ അത് അവസാനിപ്പിച്ചിട്ട് മടങ്ങുമെന്നാണ്. കാരണം എന്താ? ദജ്ജാൽ പുറപ്പെട്ടാൽ പിന്നെ ഇനി അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങളുടെ സംഭവ്യത അതിൻ്റെ തുടർക്കഥയാണ് പിന്നെ, അല്ലേ? അതാണ്. അപ്പോൾ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനത്തിൽ ഒരു നാട് വിജയിച്ചടക്കപ്പെടുമെന്നാണ്. ഇപ്പോൾ അന്ത്യനാളിൻ്റെ അലാമത്തെന്നോണം, അടയാളമെന്നോണം. അവിടെ ഹദീസ് നമ്മളെ അറിയിക്കുന്നത് എന്താ? ഹദീസ് അറിയിക്കുന്നത് തക്ബീറിൻ്റെ മഹത്വം അതിൻ്റെ വലിപ്പമാണ്. തക്ബീർ അള്ളാഹുവിൻ്റെ മഹത്വം പറച്ചിലാണ്, അള്ളാഹുവിൻ്റെ വലിപ്പം ഘോഷിക്കലാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അൽ മുതകബ്ബിർ, അള്ളാഹുവാണ് മഹാൻ, അള്ളാഹുവാണ് വലിയവൻ, അള്ളാഹു ആകുന്നു അദീബൻ. ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും അള്ളാഹു അവൻ പവിത്രനാകുന്നു, വിശുദ്ധനാകുന്നു, മുതകബ്ബിർ. അത് നമ്മൾ അള്ളാഹു അൽ മുതകബ്ബിർ എന്നുള്ള നാമത്തെ മനസ്സിലാക്കുമ്പോൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് പടച്ചോൻ്റെ ഈ ഒരു പ്രത്യേകത, പടച്ചോനുള്ള ഈ ഒരു പ്രത്യേകത ഇത് നമുക്കുണ്ടാകാൻ പാടില്ല. അത് പടച്ചോന് മാത്രമുള്ള പ്രത്യേകത. അള്ളാഹ്ക്കുള്ള ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ നമുക്കുണ്ടാകുന്നത് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമാണ്. ഇപ്പം റഹ്മത്ത്, കാരുണ്യം, അല്ലേ? റഅഫത്ത്, ആർദ്രത, ഇങ്ങനെയുള്ള അള്ളാഹിൻ്റെ ഗുണങ്ങൾ കുറേ ഉണ്ട്. ആ ഗുണങ്ങളുള്ളവരായിട്ട് നമ്മൾ കാരുണ്യവാന്മാരായി, ആർദ്രതയുള്ളവരായി, കനിവുള്ളവരായൊക്കെ നമ്മൾ ജീവിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹു നമ്മളെന്താ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ ഒരിക്കലും പടപ്പുകൾക്ക് ഭൂഷണമല്ല. അത് അള്ളാഹുവിന് മാത്രം ഉണ്ടാകേണ്ട ഗുണങ്ങളാണ്. അതിൽ പെട്ടതാണെന്ത്? മുതകബ്ബിർ എന്ന പേര് അർത്ഥമാക്കുന്ന ഗുണം, ഞാനെന്ന ഭാവവും, അതേപോലെ തന്നെ ഞാനാണ് അധിപൻ
എന്ന തോന്നലും വലിപ്പം നടിക്കലും മഹത്വം പറയലും ഇത് നമ്മൾ പടപ്പുകൾക്ക് പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽക്ക് ഒരിക്കലൊരു ചങ്ങാതി വന്ന്, ആ ചങ്ങാതി വന്നിട്ട് അഹങ്കരിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തിൻ്റെ പ്രവാചകനാണ്, കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ അവിവേകികളുടെ പെരുമാറ്റങ്ങളോടൊക്കെ റസൂലുള്ളാഹി വളരെ സൗമ്യതയിലാണ് പ്രതികരിക്കുക, വളരെ സൗമ്യതയിൽ. അവിവേകികൾ എന്ത് ചെയ്താലും അവിവേകത്തിൽ ഒരിക്കലും റസൂലുള്ളാഹി തിരിച്ചടിക്കൂല, വികാരത്തിൽ പ്രതികരിക്കൂല. പ്രത്യുത റസൂലുള്ളാഹിൻ്റെ തീർത്തും ശാന്തമായിരിക്കും, വിവേകപൂർവ്വമായിരിക്കും. പക്ഷേ ഒരു അഹങ്കാരി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ രൂക്ഷമായിട്ടാണ് അയാളോട് പ്രതികരിച്ചത്. ഹദീസ് ഇപ്രകാരമാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയണം, കുന്ന ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജാഅ റജുലുൻ മിൻ അഹ്ലിൽ ബാദിയ. ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്താണ്. അപ്പോൾ ഗ്രാമീണതയിൽ നിന്നൊരു ആറാബി വന്നു, ബദു വന്നു. അലൈഹി ജുബ്ബത്തുൻ സിഹാനിൻ മസ്റൂറത്തുൻ ബി അദീബാജ്. അയാൾ നല്ല കടും വർണ്ണമുള്ള ഒരു ജുബ്ബ ധരിച്ചിരുന്നു. അതിൻ്റെ കെഫും ബട്ടനൊക്കെ പട്ടിൻ്റേതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? ഒരു അറാബി നല്ല ഒരു കടും വർണ്ണമുള്ള ജുബ്ബ ധരിച്ച്, ആ ജുബ്ബയുടെ പ്രത്യേകത അതിൻ്റെ കെഫും അതേപോലെ ബട്ടനൊക്കെ പട്ടിനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. എന്നിട്ട് അയാൾ വന്നിട്ട് ഈ വേഷവിധാനത്തിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് ആളുകളോട് പറയുന്നത്, ഇന്ന സാഹിബക്കും ഹാദാ ഖദ് വദഅ കുല്ല ഫാരിസിൻ ഇബ്നി ഫാരിസ് വയുരീദു അൻ യദഅ കുല്ല വയർഫഅ കുല്ല റാഇൻ ഇബ്നി റാ എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൂണ്ടിയിട്ട് ആളുകളോട് പറയാണ്, നിങ്ങളുടെ ഈ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി എല്ലാ അശ്വഭടന്മാരെയും ഇകഴ്ത്തുവാനും എല്ലാ ആട്ടിടയന്മാരെയും ഉയർത്തുവാനുമാണ് ഉദ്ദേശിക്കുന്നത്. എന്താ പറഞ്ഞത്? അശ്വഭടന്മാർ അവരെ നിലത്തിരുത്താനും ആട്ടിടയന്മാരെ ഉയർത്താനുമാണ് നിങ്ങളുടെ സാഹിബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ് ഉദ്ദേശിക്കുന്നതെന്ന് സഹാബത്തിനോട്. അതൊരു ഭയങ്കര അഹങ്കരിച്ച വർത്താനാണ്. ഇക്കോലത്തിൽ വന്നിട്ട് പറയുന്നതാണ്. ഉയർത്തേണ്ടവരെ ഇകഴ്ത്താനും ഇകഴ്ത്തേണ്ടവനെ ഉയർത്താനുമാണ് മുഹമ്മദ് ഉദ്ദേശിക്കുന്നതെന്നാണ് അയാളെ പറഞ്ഞത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അയാൾ പറഞ്ഞപ്പോൾ ഹദീസിൽ കാണാം, ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി മജാമിഇ ജുബ്ബതിഹി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ ബട്ടൺ കൂട്ടിപ്പിടിച്ചു എന്നാണ്. ജുബ്ബ ഇവിധം കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അല അറ അലൈക ലിബാസമല്ല യാഖിൽ, ബുദ്ധിശൂന്യൻ്റെ വസ്ത്രം നിങ്ങളുടെ മേൽ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അതായത് നിങ്ങൾ ധരിച്ച വസ്ത്രം ഒരു ബുദ്ധിയുള്ളവൻ ധരിക്കേണ്ട വസ്ത്രമാണ്. പക്ഷേ നിങ്ങളുടെ ഈ വർത്താനം ബുദ്ധിശൂന്യൻ്റെ വർത്താനാണ്. ഒരു അവിവേകിയുടെ വർത്താനാണ് ഈ വസ്ത്രം ധരിച്ചിട്ട് നിങ്ങൾ പറയുന്നത്. കണ്ടാൽ ടിപ്പ് ടോപ്പാണ് ആൾ, പക്ഷേ വർത്താനം 5 പൈസയ്ക്ക് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു. ഇവിടെ ഞാൻ നമ്മൾ ഈ ഹദീസിനെ തുടർച്ചയുണ്ട് ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ സാധാരണ അറാബികൾ വന്നിട്ട് റസൂലുള്ളാഹിനെ പിടിച്ചു വലിക്കലാണ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് വരും, എന്നിട്ട് പറയും, മുഹമ്മദ്, അള്ളാഹുവിൻ്റെ സമ്പത്തുണ്ട് നിങ്ങളടുത്ത്, ഇതാ 2 ഒട്ടകം, ഇതിമൊക്കെ കയറ്റിയാക്കി കുറച്ച് സമ്പത്ത് തരണം. ഒട്ടകത്തെ കൊണ്ടു നിർത്തിയിട്ട് മൂപ്പരെ സ്വത്ത് അവിടെ ഉള്ളത് പോലെ പറയാം. അത് പറയലെങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചു വലിച്ചിട്ടാണ്. ഇങ്ങനെ പിടിച്ചുകൊണ്ട് വലിച്ചിട്ട് എടുത്തുകൊണ്ട് എന്നിട്ടാണ്ട് വിടും, എന്നിട്ട് പറയും തരണം. അപ്പോൾ അവർക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെങ്കിലും ദേഹോപദ്രവം റസൂലുള്ളാഹിക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ റസൂലുള്ളാഹി പ്രതികരിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഒരിക്കലും പ്രതിക്രിയക്ക് വിധേയനാക്കൂല. അതുകൊണ്ട് അറാബികൾക്കറിയാം. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൽ ഒരു അറാബിനെ കുറിച്ച് പറയുന്നുണ്ട്. അറാബി 2 ഒട്ടകങ്ങളെ കൊണ്ടുവന്ന് നിർത്തി, എന്നിട്ട് പറയാണ്, മുഹമ്മദ് 2 ഒട്ടകങ്ങൾ ഇതാ, കുറച്ച് സ്വത്ത് അതിമ കയറ്റിയേക്കണം.
നിങ്ങളുടെ സ്വത്തും ചോദിക്കണില്ല, നിങ്ങളുടെ വാപ്പാൻ്റെ സ്വത്തും ചോദിക്കണില്ല. റസൂലുള്ളാഹിനോട് പറയാണ് അള്ളാൻ്റെ സ്വത്ത് നിങ്ങളെടുത്തിട്ടുണ്ട്, അതാണ് തരേണ്ടതെന്ന്. അതിങ്ങനെ ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വസ്ത്രം ധരിച്ചിരുന്നു, ഈ കരക്ക് കസവുള്ള വസ്ത്രം. അത് കൂട്ടിപ്പിടിച്ചിട്ട് വലിച്ചട് വിട്ടിട്ടാണ് ചോദിച്ചത്. അത് റസൂലുള്ളാഹിൻ്റെ കഴുത്തിൽ മുറിവുണ്ടാക്കി. അപ്പോൾ റസൂലുള്ളാഹി അയാളോട് പറഞ്ഞു, സ്വത്ത് അള്ളാൻ്റെതാണെങ്കിൽ ഞാൻ അള്ളാൻ്റെ ദാസനാണ്, നിങ്ങൾ എന്ത് പണിയായി കാണിച്ച്? അപ്പോൾ അയാൾ പറയാണ്, ബോധപൂർവ്വം തന്നെ ചെയ്തത്, നിങ്ങളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചു ചെയ്യൂല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. സ്വന്തത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രതികാരം ചോദിക്കൂല എന്നുള്ളത് അറിയാം, അതുകൊണ്ട് തന്നെ. അപ്പോൾ അറബികൾക്കറിയാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ ചോദിച്ച അയാൾക്ക് കൊടുത്ത് വിട്ട് എന്നുള്ളതാണ് സംഭവം. സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന സംഭവം. ഇതാണ് പതിവ്. പക്ഷേ ഈ പതിവിന് വിപരീതമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, ഈ മനുഷ്യൻ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ അയാളുടെ ജുബ്ബി വസ്ത്രം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഡ്രസ് കോഡൊക്കെ തിരക്കടില്ല, പക്ഷേ വർത്താനം ബോധശൂന്യമായ വിവരശൂന്യമായ വർത്താനമാണെന്ന് പറഞ്ഞു. കണ്ടോ എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ഇങ്ങനെ പെരുമാറാത്ത പ്രവാചകൻ ഇങ്ങനെ പെരുമാറിയത്? അത് അയാളുടെ ആ അഹങ്കാരത്തിനുള്ള ട്രീറ്റ്മെൻറ്റാണ്, അഹങ്കാരത്തിന് ചികിത്സയാണ്. നമ്മൾ മനസ്സിലാക്കും വേണം, അഹങ്കരിക്കാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കാരുണ്യവാനായ പ്രവാചകനാണ്, എന്നിട്ടും ഒരു അഹങ്കാരിയെ റസൂൽ എന്ത് ചെയ്തില്ല, സമ്മതിച്ചില്ല എന്നുള്ളതാണ്. എന്താ തിരുനബി അവിടെ സഹാബത്തിനോട് ഉണർത്തിയത്? അത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വസിയ്യത്താണ്. തിരുനബി അവിടെ വെച്ച് ആ സദസ്സിൽ വെച്ച് പറയാണ്, ഇന്ന നബിയല്ലാഹ് നൂഹൻ ലമ്മ ഹദറതുൽ വഫാ ഖാല ലി ഇബ്നിഹി. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മരണാസന്നായപ്പോൾ മക്കളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നി ഖാസുൻ അലൈക്കൽ വസിയ്യ, ഞാൻ നിങ്ങൾക്കൊരു വസിയ്യത്ത് വിവരിച്ചു തരികയാണ്. ചില റിപ്പോർട്ടുകളിൽ ഞാൻ നിങ്ങൾക്ക് വസിയ്യത്തിൻ്റെ വിഷയത്തിൽ കുറവ് വരുത്തിയവനാണ് മക്കളെ, അതുകൊണ്ട് ഞാൻ വസിയ്യത്ത് പറയാണ് എന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നാണ്. ഏതായാലും വസിയ്യത്ത് പറയാണ്. എന്താ വസിയ്യത്ത്? ആമുറുക ബിസ്നതൈൻ വ അൻഹാക നിസ്നതൈൻ. മകനോട് പറയാണ്, രണ്ട് കാര്യം ഞാൻ നിന്നോട് കൽപ്പിക്കണം, രണ്ട് കാര്യം ഞാൻ നിന്നോട് വിരോധിക്കണം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മരണവേളയിൽ തൻ്റെ മകനോടുള്ള വസിയ്യത്താണ്. എന്നിട്ട് എന്താ രണ്ട് കാര്യം കൽപ്പിച്ചത്? ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഇന്ന സമാവാതി സബഅ വൽ അറാദീന സബഅ ലൗ വുദിഅത് ഫീ കിഫ്വത്തിൻ വവുദിഅത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ്വ റജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. കൽപ്പിക്കണ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചോളി, മകനോട് പറയണം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് രണ്ട് തട്ടുള്ള ഒരു തുലാസിൻ്റെ ഒരു തട്ടിൽ വെച്ചു ആകാശങ്ങളെയും ഭൂമിയെയും തുലാസിൻ്റെ മറുതട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച തട്ട് അത് കനം തൂങ്ങി നിൽക്കും എന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയണ്ടായി മകനോട്. പിന്നെ കൽപ്പിക്കണത് എന്താ? വസുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളതാണ് കൽപ്പിക്കണത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്ർ ചൊല്ലിക്കോളി. ഫഇന്നഹാ സ്വലാത്തു കുല്ലി ഷൈഇൻ വബിഹാ യുർസഖുൽ ഖൽഖ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിക്കോ മകനോട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. കാരണം എല്ലാ വസ്തുക്കളുടെയും തസ്ബീഹ് അതാണ്. എല്ലാ വസ്തുക്കളുടെയും തസ്ബീഹ് സുബ്ഹാനല്ലാഹി വബിഹംദിയാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും അന്നം നൽകപ്പെടുന്നത്, ഭക്ഷണം, ഉപജീവനം കനിയപ്പെടുന്നത് സുബ്ഹാനല്ലാഹി വബിഹംദി കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് അർത്ഥം? എല്ലാ വസ്തുക്കളുടെയും തസ്ബീഹുണ്ട്, സലാത്തുണ്ട്, അല്ലേ? എല്ലാ വസ്തുക്കൾക്കും സലാത്തുണ്ട്. അതെന്താ? അത് സുബ്ഹാനല്ലാഹി വബിഹംദി എന്നുള്ള തസ്ബീഹാണ്. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി. ഈ ഉലകത്തിൽ ഒരു വസ്തുവില്ല അള്ളാഹുവിൻ്റെ തസ്ബീഹിനെ ഹംദോടുകൂടി പ്രഖ്യാപിക്കാതെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലാകില്ലാ തഫ്ഖഹൂന തസ്ബീഹു, മൂകമായി നിൽക്കുന്ന ഇതിൻ്റെ ഒന്നും തസ്ബീഹ് നമുക്കറിയില്ല. പക്ഷേ ഈ ഉലകത്തിൽ എന്തൊക്കെ ഉണ്ടോ മൂകമായിട്ടാണ് നമ്മൾ അവയെ കാണുന്നത്. മലകൾ, മരങ്ങൾ, അതേപോലെ തന്നെ ഈ സൃഷ്ടിചരാചരങ്ങളെല്ലാം അവക്കൊക്കെ സലാത്തുണ്ട്. അവയുടെയൊക്കെ സലാത്ത് എന്താ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള തസ്ബീഹാണ്. മാത്രമല്ല അതുകൊണ്ടാണ് വബിഹാ യുർസഖുൽ ഖൽഖ്, പടപ്പുകൾക്ക് അന്നം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നിത്യജീവിതത്തിൽ എന്ത് വേണം? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്ർ അതുണ്ടായിരിക്കണം. അങ്ങനെ കുറച്ച് റസീദ് നമുക്ക് വേണം, അത് നമ്മൾ സ്റ്റോക്ക് ചെയ്യണം.
അപ്പോഴാണ് നമുക്ക് അന്നം കിട്ടുക, നമ്മൾ വിചാരിക്കാത്ത നിലക്ക്. അതാണ് ഇവിടെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറയുന്നത്, വബിഹാ യുർസഖുൽ ഖൽഖ്, സുബ്ഹാനല്ലാഹി വബിഹംദി കൊണ്ടാണ് പടപ്പുകൾക്ക് അന്നം കനിയപ്പെടുന്നത്. എന്നിട്ട് മകനോട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അൻഹാക അനി ശിർക്ക് വൽ കിബർ, രണ്ട് കാര്യങ്ങൾ കൽപ്പിക്കുന്നതാണ് അല്ലേ? കൽപ്പിച്ചത് എന്താ? ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റൊന്ന് സുബ്ഹാനല്ലാഹി വബിഹംദി. രണ്ട് കാര്യങ്ങൾ വിരോധിക്കണമെന്നാണ്. ഏതാ വിരോധിച്ചത്? അതാണ് ഒന്ന് അൻഹാക അനി ശിർക്ക്, ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ. രണ്ടാമത്തെ എന്താ? വൽ കിബർ, അഹങ്കാരം. ഷിർക്കും അഹങ്കാരവും, അതിനെ രണ്ടും വിരോധിച്ചു. നോക്കി, നിങ്ങൾ ഷിർക്കിനോട് ചേർത്ത് പറഞ്ഞാൽ അഹങ്കാരത്തെ. ഗൗരവമേറിയ പാപങ്ങളാണ് രണ്ടും എന്നുള്ളത് ആ ചേർത്ത് പറയൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഞാൻ നിങ്ങളെ വിരോധിക്കുന്നു എന്നാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് പറഞ്ഞത്. അള്ളാഹുവിൽ പങ്കു ചേർക്കൽ, അതേപോലെ തന്നെ അഹങ്കരിക്കൽ, ഞാൻ എന്ന ഭാവത്തിൽ നിഗളിക്കൽ, അത് പാടുള്ളതല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകതയാണ്. ഞാൻ എന്ന ഭാവം, മഹത്വം എനിക്കെന്ന ഭാവം. അള്ളാഹു അൽ മുത്തക്കബ്ബിറാകുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സദസ്സിൽ വെച്ച് പറയല്ലേ? ഏത് സദസ്സിൽ വെച്ച്? ഒരു വ്യക്തി അഹങ്കരിച്ചു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നടത്തിയ ഉത്ബോധനാണ്. അപ്പോൾ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം പേടി റസൂലുള്ളാഹി ഇത് പറഞ്ഞപ്പോൾ. അപ്പോൾ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, റസൂലെ ഷിർക്ക് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, പക്ഷേ ഈ കിബർ എന്താണ്? കിബർ എന്താണ്? അപ്പോൾ കുറേ ചോദ്യങ്ങൾ അവർ റസൂലുള്ളാഹിനോട്. അയ്യകൂന ലി അഹദിന നഅലാനി ഹസനതാനി ലഹുമാ ശിറാകാനി ഹസനതാൻ, ഒരു മനുഷ്യന് നല്ല ഒരു ചെരുപ്പ്, ആ ചെരുപ്പിന് നല്ല രണ്ട് വാറ്, ഇത് കിബറാ? അവർ ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അത് കിബറല്ല. ല. അപ്പോൾ ചോദിക്കാണ്, ഹുവ അയ്യകൂന ലി അഹദിന ഹുല്ലത്തുൻ യൽബസുഹ, നല്ലൊരു വസ്ത്രം ഞങ്ങൾ ഒരാൾക്ക് ഉണ്ടാകലാണോ കിബർ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, അതുമല്ല. അപ്പോൾ അടുത്ത ചോദ്യം, ഹുവ അയ്യകൂന ലി അഹദിന ദാബത്തു യർകബുഹ, ഒരാൾക്കൊരു നല്ല വണ്ടി, ഒരു വാഹനം സഞ്ചരിക്കാൻ ഉണ്ടാകലാണോ കിബർ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ല. അപ്പോൾ ചോദ്യം, അഫഹുവ അയ്യകൂന ലി അഹദിന അസ്ഹാബു യജ്ലിസുന ഇലൈഹി, ഒരാൾക്ക് കുറേ കൂട്ടുകാരുണ്ട്, അവരോട് തിരുന്ന് സംസാരിക്കാൻ, വർത്തമാനം പറയാൻ, അതാണോ കിബർ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതൊന്നും കിബറല്ല. പിന്നെ എന്താണ് കിബർ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ കിബർ സഫഹുൽ ഹഖ് വഗംസുൻ നാസ്, അല്ലെങ്കിൽ അൽ കിബർ ബത്റുൽ ഹഖ് വഗംതുൻ നാസ്, സത്യത്തെ തമസ്കരിക്കലും ജനങ്ങളെ നിസ്സാരവൽക്കരിക്കലും, ഇതാണ് കിബർ. ജനങ്ങളെ നിസ്സാരവൽക്കരിക്കുക. സത്യത്തെ തമസ്കരിക്കും അഹങ്കാരി, ജനങ്ങളെ നിസ്സാരവൽക്കരിക്കും അഹങ്കാരി. എപ്പോഴാണ് നിസ്സാരവൽക്കരിക്കുക? ഞാനാണ് ആള് എന്ന് ധരിക്കുമ്പോൾ മറ്റവനൊക്കെ എന്തായിരിക്കും? ഇവന് പുല്ലായിരിക്കും, ചെറുതായിരിക്കും അല്ലേ? മലമുകളിൽ നിന്ന് വിദൂരതയിൽ ആളുകളെ ദർശിക്കുന്നവനെ പോലെ, മലൻ്റെ മുകളിൽ നിന്നിട്ട് ഒരുത്തന് വിദൂരതയിൽ ആളുകളെ കാണുന്നത് എങ്ങനെയാണ്? ചെറു പ്രാണികളെ പോലെയാണ് അല്ലേ? അഹങ്കാരിയുടെ ഉദാഹരണം അതാണ്. മലൻ്റെ മുകളിൽ നിന്നിട്ട് താഴ്വാരത്തിലുള്ള ആളുകളെ ചെറുതായി കാണുന്നവനെ പോലെയാണ് അഹങ്കാരി. എല്ലാവരും ചെറുതായിരിക്കും അവൻ്റെ ദൃഷ്ടിയിൽ. പക്ഷെ അവൻ മനസ്സിലാക്കണം, ആ ആളുകൾ ഓനെ കാണുന്നത് അങ്ങനെ തന്നെയാണ്. മലൻ്റെ മുകളിൽ പ്രാണിയായിട്ട് അവനെ കാണുന്നത്. മനസ്സിലായില്ലേ? അത് അഹങ്കാരിക്ക് തോന്നൂല, അങ്ങനെ തോന്നണം ശരിക്ക്. ഇവിടെ നമ്മുടെ വിഷയം ഈ ഔദത്യഭാവം, ഞാനെന്ന ഭാവം, മഹത്വം നടിക്കൽ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ പ്രത്യേകതയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു അൽ മുതകബ്ബിർ. ആരെങ്കിലും പടപ്പുകൾ അങ്ങനെ ധരിക്കുന്നു എങ്കിൽ അത് മൗഢ്യമാണ്, അത് തെറ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ വീഴ്ത്തും എന്നുള്ളതാണ്. ബഹുദൈവ വിശ്വാസികൾ അങ്ങനെയായിരുന്നു, അഹങ്കാരത്തിൻ്റെ വാക്താക്കൾ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നഹും കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ, അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവർ അഹങ്കരിക്കുമായിരുന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അഹങ്കരിക്കുമായിരുന്നു. ആര്? ബഹുദൈവ വിശ്വാസികൾ. മാത്രമല്ല അഹങ്കരിച്ചുകൊണ്ട് അവർ പ്രതികരിക്കും. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, കുറേ ഇലാഹുകൾ ഉണ്ടായിരുന്നു, മുഹമ്മദ് ഒരൊറ്റ ഇലാഹാക്കിയോ?
സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയണാണ് അഹങ്കരിച്ചുകൊണ്ട്. അപ്പം ആ ബഹുദൈവ വിശ്വാസികളുടെ നിഗളിപ്പിൻ്റെ സ്വഭാവം അതൊരു വിശ്വാസിക്ക് ഭൂഷണമല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വിനയാന്വിതരായിരിക്കണം. മുതവാദ് എന്നാണ്, അതാണ് ഒരു വിശ്വാസിയുടെ ലക്ഷണം. തവാദു, വിനയം. തകബ്ബുർ അതൊരിക്കലും വിശ്വാസികൾക്ക് പാടുള്ളതല്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുഹ്ശറുൽ മുതകബ്ബിറൂൻ യൗമൽ ഖിയാമ അംസാൽ അസ്സർ ഫീ സുവരി റിജാൽ യഗ്ശാഹുമുൽ ദുല്ലു മിൻ കുല്ലി മകാൻ. അഹങ്കാരികൾ അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അംസാൽ അസ്സർ, ചെറിയ ഉറുമ്പിൻ്റെ കോലത്തിൽ. ഫീ സുവരി റിജാൽ, ആളുകളുടെ രൂപത്തിൽ, മനുഷ്യന്മാരുടെ കോലം തന്നെയാണ്, പക്ഷേ ഉറുമ്പിൻ്റെ വലിപ്പത്തിൽ. അഹങ്കാരികൾ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. യഗ്ശാഹുമുൽ ദുല്ലു മിൻ കുല്ലി മകാൻ, അപമാനം, മാനക്കേട് അവരെ എല്ലാ ഭാഗത്തു നിന്നും പൊതിയുമെന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫയുസാഖൂന ഇലാ സിജ്നിൻ ഫീ ജഹന്നം യുസമ്മ ബൂലസ്. ബൂലസ് എന്ന് പേരുള്ള നരകത്തിലെ ഒരു ജയിലിലേക്ക് ഈ അഹങ്കാരികൾ നയിക്കപ്പെടും. തഅലൂഹും നൂറുൽ അൻയാർ യുസ്ഖൗന മിൻ ഉസാറത്തി അഹ്ലിന്നാർ തീനത്തൽ ഖബൽ. ഈ അഹങ്കാരികൾ ബൂലസ് എന്ന് പറയുന്ന നരകത്തിലെ ജയിലിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ തീനാളങ്ങൾ അവരെ പൊതിയും. നരകവാസികളുടെ തീനത്തുൽ ഖബാൽ അവർ കുടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. നരകവാസികളുടെ ഉസാറത്ത് എന്ന് പറഞ്ഞാൽ അതാണ് തീനത്തുൽ ഖബാൽ. എന്താ അതിൻ്റെ പ്രത്യേകത? അത് നരകവാസികൾക്ക് ചൂടേറ്റ് വ്രണമേറ്റ് അവരുടെ വ്രണങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ദ്രവമാണ്. നഊദു ബില്ലാഹ്. ഈ ചോരയും ചിലൊക്കെ കലർന്നത് അതാണത്. അത് ഇവരെ കുടിപ്പിക്കുന്നതാണ്. ആരെ? ഈ അഹങ്കാരികളെ. കാരണം എന്താ? അവർക്ക് നിന്ദ്യതയാണ് അവിടെ സമ്മാനം. ഇവിടെ നിഗളിച്ചതിന് അവിടെ അപമാനം അത് ഈ രീതിയിൽ നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പിന്നെ അൽ മുതകബ്ബിർ എന്നുള്ളത് അള്ളാൻ്റെ പേരാണ്. ആ പേര് തേടുന്നതായ വിശേഷണം അതാർക്കുള്ളതാണ്? അത് അള്ളാഹുവിനുള്ളതാണ്. അത് പടപ്പുകൾക്ക് ഒരിക്കലും പാടുള്ളതല്ല. പടപ്പുകളിൽ ശ്രേഷ്ഠനായ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം നമ്മളെന്താ മനസ്സിലാക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം, ഇതര പ്രവാചകന്മാരുടെ സ്വഭാവം. നമുക്ക് ചില ഉദാഹരണങ്ങൾ. ഇപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മദിയൻ ദേശത്തിൽ നിന്ന് ഈജിപ്തിലേക്ക് മടങ്ങുന്നുണ്ടല്ലോ, കുടുംബത്തെയും കൊണ്ട് മടങ്ങുകയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ഈജിപ്തിലായിരുന്നു. ഫിറൗനും കൂട്ടരും വധിക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഓടിയതാണ്. എവിടേക്ക് ഓടിയത്? മദിയനിലേക്ക് ഓടി. എന്നിട്ട് മദിയനിൽ വെച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിച്ച് കുടുംബമായി. ചരിത്രം വിശാലാണ്. എന്നിട്ട് അദ്ദേഹം വിവാഹം ഒക്കെ കഴിച്ച് തൻ്റെ കുടുംബത്തെയും കൊണ്ട് വീണ്ടും ഈജിപ്തിലേക്ക് മടങ്ങുകയാണ്. എയിലാണ് മടങ്ങുന്നത്? സൈനായിലൂടെയാണ് മടങ്ങുന്നത്. എവിടേക്ക്? ഈജിപ്തിലേക്ക്. ജബൽ തൂർ പർവ്വതത്തിൻ്റെ ചെരുവിലൂടെയാണ് മടങ്ങുന്നത്. ഈ സമയത്താണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ ആര് വിളിക്കണത്? അള്ളാഹു വിളിക്കണത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെളിച്ചം കാണുകയാണ്, തീ കാണുകയാണ്. അപ്പോൾ കുടുംബത്തോട് പറയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ ആ തീ കാണുന്നിടത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോവുകയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബത്തെ അവിടെ നിർത്തിയിട്ട് ആ വെളിച്ചത്തിന് നേരെ, തീന് നേരെ പോയി. അവിടെ എത്തിയപ്പോൾ ഫലമ്മ അതാഹ നൂദിയ യാ മൂസ ഇന്നി അന റബ്ബുക് ഫഖ്ലഅന അലൈക് ഇന്നക അൻത ബിൽ വാദിൽ മുഖദ്ദസ് തുവ. ആ തീൻ്റെ അടുക്കലേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എത്തിയപ്പോൾ ഫലമ്മ അതാഹ നൂദിയ യാ മൂസ മൂസ എന്ന് വിളിക്കപ്പെട്ടു. എന്നിട്ട് എന്താ പറയണത്? അവിടെ നിന്നുള്ള ശബ്ദം ഇന്നി അന റബ്ബുക് മൂസ, ഞാൻ നിൻ്റെ റബ്ബാണ്.
റബ്ബാണ്, അള്ളാഹുവാണ്. ഫഖ്ലഅന അലൈക് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ. നിങ്ങൾ വിശുദ്ധ താഴ്വരയിലാണ്, തുവ താഴ്വരയിലാണ്, അതുകൊണ്ട് ചെരുപ്പ് അഴിച്ചു വെക്കൂ, ചെരുപ്പുകൾ അഴിച്ചു വെക്കൂ എന്ന് ആര് പറയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചിട്ട് പറയാണ്. മാത്രമല്ല അള്ളാഹു പറയാണ്, വഅനഖ്തർതുക് ഫസ്തമിഉ ലിമാ യൂഹാ. വഅനഖ്തർതുക്, മൂസ നിങ്ങളെ നാം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫസ്തമിഉ ലിമാ യൂഹാ, അതുകൊണ്ട് വഹി നൽകപ്പെടുന്നതിന് കാത് കൊടുക്കാൻ, സാഗൂതം അത് കേൾക്കാൻ, ശ്രവിക്കാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. ആരോട്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട്. മൂസയെ വിളിച്ച്, മൂസ എന്ന് വിളിച്ച് അള്ളാഹു തന്നെ പരിചയപ്പെടുത്താണ്, ഞാൻ നിൻ്റെ റബ്ബാണ്, വിശുദ്ധ താഴ്വരയിലാണ് നിങ്ങളുള്ളത്, ചെരുപ്പഴിച്ച് വെച്ച് നിൽക്കാൻ പറയണം. എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നു? റിസാലത്തിന്, നുബൂവത്തിന്, അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം അത് കൈമാറാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് പറയണത്. വഹി കേൾക്കാൻ പറയാണ്, എന്നിട്ട് വഹി കൊടുക്കാണ്. ഞാനാകുന്നു ഇലാഹ്, അതുകൊണ്ട് എന്നെ ആരാധിക്കണം, നമസ്കാരം നിലനിർത്തണം എന്നിട്ടുള്ള വഹിയാണ് അല്ലേ? ഇത് നോക്കി നിങ്ങൾ, എത്ര വലിയ സ്ഥാനാണത്, എത്ര വലിയ സ്ഥാനാണത്. അള്ളാഹു തന്നിലേക്ക് വിളിച്ചു വരുത്തിയിട്ട്, അള്ളാഹു വിളിച്ച്, അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു ഒരു മലക്ക് വരെ മധ്യസ്ഥനായിട്ടില്ല, നേരിട്ട് പറഞ്ഞ്. അതാണ് വകല്ലമല്ലാഹു മൂസ തക്ലീമ. അപ്പോൾ എത്ര ഊറ്റത്തിലാണ്, എത്ര മികവിലാണ് ആരുള്ളത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, അതാണ് നമ്മുടെ വിഷയം. വമാ തിൽക ബിയമീനിക യാ മൂസ, മൂസ നിങ്ങളുടെ കയ്യിലുള്ളത്, വലം കയ്യിലുള്ളത് എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ്? ഖാല ഹിയ അസായ അതവക്കഉ അലൈഹ വ അഹുശു ബിഹ അല ഗനമി വലിയ ഫിഹ മആരിബു ഉഖ്റ. നിങ്ങളുടെ വലങ്കയിൽ എന്താണുള്ളതെന്ന് ചോദിച്ചപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, അതെൻ്റെ വടിയാണ്. അതവക്കഉ അലൈഹ, ഞാൻ അതിൽ ഊന്നും, നടക്കുമ്പോൾ ഊന്നി നടക്കും. വ അഹുശു ബിഹ അല ഗനമി, ആടുകൾ മേക്കുന്ന ഇടയനാണ് ഞാൻ, അതുകൊണ്ട് തന്നെ ഞാൻ ആടുകൾക്ക് ഇല കൊഴിച്ചു കൊടുക്കും. എനിക്കതിൽ വേറെ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. എപ്പോഴാണ് ഇത് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്ക് അടുപ്പിച്ച്, അള്ളാഹു വിളിച്ച്, ആദരിച്ച്, ബഹുമാനിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഒരു വ്യക്തി. നോക്കി നിങ്ങൾ, ജാടല്ല, മനസ്സിലായില്ലേ? ഈ ഒരു പദവി കിട്ടിയെന്നതിൻ്റെ പേരിൽ ഒരു പൊങ്ങച്ചല്ല. കയ്യിൽ എന്തെന്ന് ചോദിച്ചപ്പോൾ ഇതിപ്പോൾ ഞാൻ ആടിനെ നോക്കുന്ന ഒരാളാണ്, അതിൻ്റെ വടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കുറച്ചിലല്ലേ, ഒരു തോന്നലില്ല. അങ്ങനെയല്ല. ഇന്ന് അല്പന ഐശ്വര്യം കിട്ടിയാൽ പാതിരാത്രിയും കുടയിടുന്നൊരു ചെല്ലുണ്ട്. അല്പന ഐശ്വര്യം കിട്ടിയാൽ പാതിരാത്രിയും കുടയിടുന്നൊരു ചെല്ലുണ്ട്. പല മനുഷ്യന്മാരും അങ്ങനെയാണ്. അതുകൊണ്ട് പിന്നെ മനുഷ്യന്മാർക്ക് അയാളെ അരികത്ത് കൂടി വയ്യെടുക്കാൻ പറ്റൂല. ഇവിടെ നോക്കൂ നിങ്ങൾ, ഒരു പ്രവാചകൻ, ആ പ്രവാചകന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ സ്ഥാനം, അള്ളാഹു അരുളിയതായ ആദരവ്, ഇതൊക്കെ കിട്ടിയിട്ടും ആ പ്രവാചകനോട് കയ്യിൽ എന്തെന്ന് ചോദിച്ചപ്പോൾ കൃത്രിമല്ലാത്ത മറുപടിയാണ്. വിനയത്തിൻ്റെ വർത്താനാണ്, ഇതിൻ്റെ വടിയാണ്, അതിൻ്റെ ധർമ്മം, ഞാൻ ഇത് നടക്കുമ്പോൾ ഊന്നിക്കുത്തി നടക്കും, ഇതുകൊണ്ട് ഞാൻ ആടുകൾക്ക് ഇല കൊഴിച്ചു കൊടുക്കും. കണ്ട ആ ഒരു സാധാരണത്വം, കൃത്രിമത്തല്ലാത്ത ആ ഒരു വിനയത്വം, ഇതാണ് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ ഇവിടെ പറഞ്ഞു മാത്രം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ എത്ര തികഞ്ഞ വ്യക്തിത്വമാണ്. എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നത്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സ്വാഫഹഹു റജുലുൻ ലാ യൻസിഉ യദഹു മിൻ യദിഹി ഹത്താ യകൂന അർ-റജുലു യൻസിഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാൾക്ക് ഹസ്തദാനം ചെയ്താൽ, ഷെയ്ഖ് ചെയ്താലുണ്ടല്ലോ, ഒരാൾ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ റസൂലുള്ള കൈ കൊടുക്കും, എന്നിട്ട് ഹസ്തദാനം ചെയ്യും. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ ഒരിക്കലും കൈ വലിക്കൂല ആദ്യം, പിന്നെയോ ആ വ്യക്തി കൈ വലിച്ചു പോകുവോളം റസൂൽ അങ്ങനെ പിടിച്ചു വെക്കുന്നതാണ്. അതെന്താണ് അറിയിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളുടെ വിനയാണ്. മക്കം ഫതഹായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര വിജയശ്രീലാളിതനാണ്. വിജയശ്രീലാളിതനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ചത് എങ്ങനെയാണ്? മക്കയിലെ ശത്രുക്കളൊക്കെ റസൂലുള്ളാഹിൻ്റെ ചെൽപ്പടിയിൽ
ആജ്ഞയ്ക്ക് കീഴിൽ വന്ന ആ ഒരു സാഹചര്യത്തിൽ റസൂലുള്ള മക്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്ര ശിരസ്കനായി തൻ്റെ ഒട്ടകപ്പുറത്ത് മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. സഹാബത്ത് പറയാണ് തിരുനബിയുടെ താടി ഒട്ടകത്തിൻ്റെ പുറത്ത് കുത്തിയിരുന്നു എന്നാണ്. അത്രമാത്രം തലയാത്തിയിട്ട് റസൂലുള്ള എന്താണ് പ്രവേശിക്കുന്നത്. വിനയം മാത്രമല്ല, ആ മക്കം ഫതഹായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയശ്രീലാളിതനായി മക്കയിൽ നിന്ന ആ സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹിനോട് സംസാരിച്ചത് ഹദീസിൽ കാണാം. എന്താ? അബു മസ്ഊദ് അൻസാരി പറയാണ്, അത്തൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ ഫകല്ലമ, ഒരു വ്യക്തി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് റസൂലുള്ളാഹിനോട് സംസാരിച്ചു. ഫജഅല തുർഅദു ഫറായിസുഹു, ആ മനുഷ്യൻ്റെ ഈ ഷോൾഡർ ഉണ്ടല്ലോ, ഈ ഭാഗങ്ങളൊക്കെ അത് വിറക്കുകയാണ്. എന്തിനാ വിറക്കണത്? ആരോടെ ഈ സംസാരിക്കണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടല്ലേ. അപ്പോൾ വിറച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയാണ്, ഹവ്വിൻ അലൈക് ഫഇന്നി ലസ്തു ബിമലികിൻ ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ തഅകുലുൽ ഖദീദ്. ഞാനൊരു രാജാവൊന്നുമല്ല, പിന്നെയോ ഖദീദ് തിന്നിരുന്ന ഒരു പെണ്ണിൻ്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് എന്തിനാ ഇങ്ങനെ വിറക്കണ്? ഖദീദ് എന്ന് പറഞ്ഞാൽ എന്താ? ഖദീദ് എന്ന് പറഞ്ഞാൽ മാംസം അത് മുറിച്ച് ഉപ്പ് തേച്ചിട്ട് ഉണക്കി വെക്കും. പണ്ട് അറബികൾ മാംസം അത് മുറിച്ചിട്ട് എന്ത് ചെയ്യും? ഉപ്പ് തേച്ചിട്ട് ചൂടിൽ വെയിലത്ത് ഉണക്കി വെക്കും. എന്നിട്ട് പിന്നീട് അതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അതിനാണ് ഖദീദ് എന്ന് പറയാം. ഖദീദ് തിന്ന് ജീവിച്ച ഒരു പെണ്ണിൻ്റെ മകനാണ് ഞാൻ. ആമിന ബിന്തു വഹബിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ വിറക്കണത് സുഹൃത്തെ എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു തവാദു വിനയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. ഒരു ഹദീസ്, സഹിഹായ ഹദീസ്, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൻ്റെ പ്രത്യേകത പറയണം. തിരുനബിയുടെ ആ വിനയം വിളിച്ചറിയിക്കുന്ന ഒരു സംഭവം. ഖുറത്ത് ഇബ്നു ഇയാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, കാന നബിയുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജലസ യജ്ലിസു ഇലൈഹി നഫറുൻ മിൻ അസ്ഹാബി, റസൂലുള്ളാഹി ഒരു സദസ്സിലിരുന്നാൽ അനുചരന്മാരൊക്കെ വന്നിട്ടിരിക്കും, അടുത്തിരിക്കും. എന്നിട്ട് പറയാണ്, വഫീഹിം റജുലുൻ ലഹു ഇബ്നുൻ സഗീർ യഅതീഹി മിൻ ഖൽഫി ളഹ്രിഹി ഫയുഖഇദുഹു ബൈന യദൈഹി. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അയാൾക്കൊരു മകനും ഉണ്ടായിരുന്നു. ആ മകൻ എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഈ മനുഷ്യൻ വന്നിരിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ബാക്കിലൂടെ വരും, മുതുകിലൂടെ വരും, എന്നിട്ട് പുറത്തുകൂടെ എങ്ങനെ വരും. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്യും? കുട്ടീനെ എങ്ങനെ പൊക്കിയെടുത്തിട്ട് മുന്നിൽ അവിടെ വെക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലാണ് ഇയാൾ ഇരിക്കണം, ഇയാളുടെ മടിയിൽ വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അസ്വാരസ്യമല്ല, ഒരു പ്രശ്നമല്ല. എന്താ എൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഈ ഗോഷ്ഠി എന്നുള്ളത് ചോദിക്കണില്ല. പിന്നെയോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൻ്റെ പ്രത്യേകത. എന്നിട്ട് ഹദീസിൽ കാണാം, ഈ കുട്ടി മരിച്ച്. അപ്പോൾ സഹാബി പറയാണ്, ഫഹലക ഫംതന അർറജുലു അൻ യഹ്ദുറൽ ഹൽഖ ലിദിക്രി ഇബ്നിഹി. പിന്നെ റസൂലുള്ളാഹിൻ്റെ സദസ്സിലേക്ക് ഈ മനുഷ്യൻ വരില്ല. കുട്ടി മരിച്ചപ്പോൾ ഈ മനുഷ്യൻ വരില്ല. കാരണം എന്താ? റസൂലുള്ളാഹിൻ്റെ സദസ്സിൽ ചെന്നിരുന്നിട്ടുണ്ടെങ്കിൽ കുട്ടീനെ ഓർമ്മ വരും. അതാണ് കാരണം. അപ്പോൾ ഇത് സ്ഥിരം പല്ലവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിരിക്കും, കുട്ടി ഉണ്ടാകും. കുട്ടി എന്ത് ചെയ്യും? റസൂലുള്ളാഹിൻ്റെ പിന്നെ ഈ വ്യക്തി ഈ പിതാവിൻ്റെ പിന്നിലൂടെ വന്നിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ കയറും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? പൊക്കിയെടുത്തിട്ട് അവിടെ മുന്നിൽ വെക്കും, അയാളുടെ മടിയിൽ വെക്കും. ഇതൊരു പതിവാണ്. കുട്ടി മരിച്ചപ്പോൾ പിന്നെ ഇയാൾ സദസ്സിലേക്ക് വരില്ല. കാരണം എന്താ? ഈ കുട്ടീനെ ഓർത്ത് പോകുമോ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അയാളുടെ തിരുനബിയുടെ സദസ്സിൽ ഇതൊരു പതിവായിരുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഇയാളെ കാണാനല്ല കുറേ ആയിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാലില അറ ഫുലാനൻ, ഇന്നൊരാൾ എപ്പോഴും നമ്മളെ സദസ്സിൽ വരലുണ്ടല്ലോ, എന്തേ ഇപ്പം അയാളെ കാണാത്തത്? അപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ബുനയ്യുഹു ലദീ റഅയ്തഹു ഹലക്, നിങ്ങൾ കണ്ടിരുന്നത് അയാളുടെ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി മരിച്ചിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ കുട്ടി മരിച്ചിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് അനുശോചനം അറിയിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറയാണ്, യാ ഫുലാൻ അയ്യുമാ കാന അഹബ്ബ ഇലൈക് അൻ തമത്തഅ ബിഹി ഉംറക് ഔ ലാ തഅതി ഗദൻ ഇല്ലാ ബാബി മിൻ അബ്വാബിൽ ജന്ന ഇല്ലാ വജതഹു ഖദ് സബഖക ഇലൈഹി യഫ്തഹു ലക്. ആ വാപ്പാനോട്, കുട്ടി മരിച്ച അയാളോട് റസൂലുള്ള പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ പറയണം. രണ്ട് കാര്യം ഞാൻ പറയാം. അതിൽ ഏതാ ഇഷ്ടമുള്ളത് നിങ്ങളിപ്പോൾ എന്നോട് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാപ്പാനോട് പറയണം. ഒന്നെന്താ?
ആ കുട്ടി നിങ്ങളോടൊത്ത് ജീവിച്ച് പുരുഷായുസ് കുട്ടിനെ കണ്ട് കൺകുളിർത്ത് ജീവിക്കലാണോ? അതല്ല. ഒന്നുകിൽ അത്, അല്ലെങ്കിൽ നാളെ പരലോകത്ത് ആ കുട്ടി നിങ്ങളെ മുൻകടന്ന് സ്വർഗ കവാടത്തിലെത്തിയിട്ട് സ്വർഗ കവാടം നിങ്ങൾക്ക് തുറന്നു തരലാണോ ഉത്തമം? ഒന്നുകിൽ കുട്ടിനോടൊത്ത് ദുനിയാവിൽ ജീവിച്ച് കഴിയാം, മരിക്കോളാം സുഖമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ മുൻകടന്ന് കുട്ടി പരലോകത്തെത്തും, സ്വർഗവാതിലിൽ. നിങ്ങൾ പരലോകത്തെത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടി നിങ്ങൾക്ക് സ്വർഗവാതിൽ തുറന്നു തരും. ഇതിൽ രണ്ടിലേതാ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് അയാളോട് ചോദിച്ച്. അപ്പോൾ അദ്ദേഹം പറയാണ്, യാ നബി അല്ലാഹ് ബൽ യസ്ബിഖുനി ഇലാ ബാബിൽ ജന്നത്തി ഫയഫ്തഹുഹാ ലി ലഹു അഹബ്ബു ഇലൈ. എന്നെ മുൻകടന്ന് സ്വർഗ കവാടത്തിലെത്തിയിട്ട് എനിക്ക് സ്വർഗ കവാടം എൻ്റെ മകൻ തുറന്നു തരലാണ് എനിക്ക് ഏറെ ഇഷ്ടമായത് എന്ന് അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ, ഫദാക ലക്, എങ്കിൽ വ്യസനിക്കണ്ട, വിഷമിക്കണ്ട, ഫദാക ലക്, അത് നിനക്കുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? നിൻ്റെ മകൻ, നിങ്ങളുടെ മകൻ നിങ്ങളെ മുൻകടന്ന് പരലോകത്തെത്തി. നാളെ നിങ്ങൾ പരലോക കോടതിക്കപ്പുറം സ്വർഗ കവാടത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് സ്വർഗം തുറന്നു തരാൻ അവിടെ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് സുവിശേഷം അറിയിച്ചു, സന്തോഷ വാർത്ത അറിയിച്ചു, ആ മനുഷ്യനെ ആശ്വസിപ്പിച്ചു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു എന്നാണ്, യാ റസൂലല്ലാഹ് അലഹു ഖാസ അം ലികുല്ലിന, ഇത് ആ മനുഷ്യന് മാത്രം പ്രത്യേകമാണോ, അതല്ല ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാകുമോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബല്ലി കുല്ലിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇവിടെ നമ്മളുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തവാദു, വിനയാണ്. തക്കബ്ബുർ, അഹങ്കാരമില്ലാത്ത പ്രവാചകനായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രവാചക സവിധത്തിൽ അരങ്ങേറിയ ചരിത്രങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. അവിടെ വാപ്പാര് വരുന്നു, കുട്ടികൾ വരുന്നു, അവിടെ സാധാരണക്കാർ വരുന്നു, എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിയിരിക്കണ്. കുട്ടികൾ വന്ന് ഉപ്പാരുടെ പുറത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അവർ കുട്ടികളെടുത്ത് മടിയിൽ വെക്കണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ നേതാവാണ്, പക്ഷേ ഒരുവിധ അസ്വാരസ്യവും ഒരുവിധ നീരസവും ഒരുവിധ വിമ്മിഷ്ടവും ആ മുഖത്ത് പ്രകടമായിരുന്നില്ല എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. മനസ്സിലായില്ലേ? അത് നമ്മളോട് വിളിച്ചറിയിക്കുന്നത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങളുടെ ആ നല്ല മനസ്സും വിനയാന്വിതമായ വ്യക്തിത്വവുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യപ്പെട്ട്, അപ്പോൾ ഒരു പെൺകൊടിയുടെ വർത്താനം, ഖലീഫയാകുന്ന ഇന്നലെ വരെ നമ്മളുടെ വീട്ടിൽ വന്ന് നമുക്ക് ആടിന് കറന്നു തരാൻ അബൂബക്കർ ഉണ്ടായിരുന്നു, ഇപ്പം ഖലീഫയായി, ഇനി അബൂബക്കറിനെ കിട്ടൂല എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ഇതെന്താ പറയണത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന മഹാനെ കുറിച്ചാണ് ഈ പറയണത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയാക്കി നിശ്ചയിച്ചു. ഖലീഫയാക്കിയിട്ട് നിശ്ചയിച്ചപ്പോൾ മദീനയിൽ ഒരു പെൺകൊടിയുടെ വർത്താനാണ്. ആ വീട്ടിൽ ആണുങ്ങളില്ല, ആ വീട്ടിൽ ഗൃഹനാഥനില്ല, അതുകൊണ്ട് തന്നെ പാല് കറക്കാൻ അവിടെ ആളില്ല. ഖലീഫയാക്കപ്പെട്ട പറയാണ്, അബൂബക്കർ ഖലീഫയായി, ഇനി നമുക്ക് പാല് കറന്നു തരാൻ വരൂല. ഖലീഫല്ലേ? ഇത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കേട്ടപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ തന്നെ വന്ന് പാല് കറന്നു തരും, ഞാൻ തന്നെ വന്ന് നിങ്ങൾക്ക് പാല് കറന്നു വരും. അധികാരം കിട്ടി, ഖിലാഫത്ത് ലഭിച്ചു, അത് എൻ്റെ സ്വഭാവത്തെ മാറ്റം വരുത്താതിരിക്കട്ടെ. ഇതാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ട് ആ പെൺകൊടിയെ ആശ്വസിപ്പിച്ചത് എന്നാണ്. ഇസ്ലാമിക ചരിത്രം ഈ വിഷയത്തിൽ ധന്യമാണ്. വളരെ ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം അറിയിക്കുന്നത് ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം, അയാൾ മുതവാദിഅ, വിനയാന്വിതനായിരിക്കണം. ഒരിക്കലും മുതക്കബ്ബിർ, അഹങ്കാരിയാകാൻ പാടുള്ളതല്ല. അൽ മുതക്കബ്ബിർ എന്ന നാമം അത് അള്ളാഹുവിൻ്റെ നാമമാണ്. അതിൻ്റെ വിശേഷണം അത് അള്ളാഹുവിനുള്ള വിശേഷണമാണ്. മഹത്വം നടിക്കേണ്ടതും വലിപ്പം നടിക്കേണ്ടതും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അത് അവൻ്റെ പ്രത്യേകതയാണ്. അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മഹൽ ഗുണമാണ്, പരിപൂർണതയാണ്. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അത് ദുർഗുണമാണ്, അത് പടപ്പുകൾക്ക് മോശമായ വിശേഷണവുമാണ്. പടപ്പുകൾ ആ രോഗം പിടിപെട്ടവരാണ് എങ്കിൽ അവരുടെ നടുവൊടിയുകയും
അവർ നിലം പരിശാവുകയും ചെയ്യുന്ന ഒരു നാളെ വിദൂരല്ല. ചരിത്രം അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കുറേ പറഞ്ഞു തരുന്നത് വിശുദ്ധ ഖുർആനിൽ നമ്മൾ അത് വായിക്കുകയും തിരുചരിതങ്ങൾ ആ വിഷയത്തിൽ നമ്മൾ ഓതുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ മറ്റൊരു മഹൽ നാമം നമ്മൾ ഇവിടെ മനസ്സിലാക്കും. അതിൻ്റെ വിധികൾ അതേപോലെ തന്നെ ഇതുള്ള ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരു മജ്ലിസ് ഉപരിലോകത്തെ കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠമായൊരു മജ്ലിസിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖും തുണയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ അള്ളാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സഫലീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ രോഗമുള്ളവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ കടമുള്ളവരുടെ കടങ്ങളെ വീട്ടി നൽകുമാറാവട്ടെ. അള്ളാഹു നരകത്തിൽ നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്കെല്ലാം ഇഹത്തിലും പരത്തിലും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമ വർദ്ധിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മെയും ആദരിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് പൊറുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മെയും ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها حدودها وثغورها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.